ഒരു വിജനമായ സ്ഥലത്തിലെ ഒരു വിജനമായ കെട്ടിടമാണ്. പലരും പല വനങ്ങളിലും പോയി വരുമ്പോൾ എന്തൊക്കെയോ കണ്ടു പേടിക്കുന്നുണ്ട്. രാത്രിയായാലും പകലായാലും അവിടെ നിന്ന് അനർത്ഥ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾ വരെ അവിടെ പേടിച്ചു പോകാൻ നടക്കുന്നു. എന്താണ് ആ വീട്ടിനുള്ളിൽ? ആരാണ് അതിന് കാരണം? ഈ ഒറ്റപ്പെട്ട വിജനമായ വീട് എങ്ങനെയാണ് ഇവിടെ വന്നത്? വീട്ടിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നത്തോടെ ക്രൈം ഫയൽ GPT ഇട്ടു. ഈ വീടിന്റെ അയൽ പ്രദേശമായ സ്ഥലമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ മൊത്തവും വനവും റബ്ബറും കാടും മാത്രമാണ്. വിജനമായ സ്ഥലം. ഈ റബ്ബർ ഇത്രയും വലുതാക്കി വളർത്തിയിട്ടിട്ട് ഇവിടെ റബ്ബർ വെട്ടാൻ വരെ ആൾക്ക് ഇതിന്റെ ഉടമസ്ഥന്മാർ പേടിക്കുന്നു. ഇതാരാണ് ഇതിന് ഉത്തരം പറയുക? കഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട ഭൂമിയിൽ അതിൽ നിന്ന് ഒരു പൊടി മണ്ണ് പോലും വാരാനുള്ള അനുവാദമില്ലാതെ നിൽക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ. ഒരു പരഭാന്തിയിൽ നിൽക്കുകയാണ് നാട്ടുകാർ. എന്ത് ചെയ്യണമെന്ന് പല സമയങ്ങളിലും ഇവിടെ വരുമ്പോൾ പേടിച്ച് മാറുന്നുണ്ട്. ഇത് മാത്രമല്ല ഇവിടെ എന്തൊക്കെ കാണുന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളും മുറിച്ചിടുന്നുണ്ട്. അതാണ് ഈ ജനങ്ങളെ ദ്രോഹിക്കുകയും കൂടി ചെയ്യുന്നു. എന്താണ്? നമുക്ക് ഒരു ഉടമസ്ഥന്റെ അടുക്ക വന്ന് പോയി നോക്കാം. അവൻ കരയുന്നതൊന്ന് നോക്കാം. നോക്കി നിൽക്കുന്ന മനുഷ്യരെ കണ്ടു. കക്കൂസിന്റെ മൂട്ടിൽ വരെ നിൽക്കുന്ന മനുഷ്യനാണിത്. എന്താണ് ഈ മനുഷ്യന്റെ മുന്നിൽ നിങ്ങൾക്ക് പറയാനുള്ള ചോദ്യം? വിഗ്രഹം കുഴിച്ചിടാനുള്ള ഒരു പുറപ്പാടാണ് ആ മനുഷ്യൻ. ആ മനുഷ്യൻ മാത്രമല്ല, 3 വ്യക്തികളുണ്ട് അവരെ കൂടെ സഹായിക്കാനായി. കക്കൂസിന്റെ ബേക്കിൽ എന്താണ് പരിപാടി? വേണമടിയാണോ കുണ്ണടിയാണോ ചെയ്യുന്നതെന്ന് നോക്കുക. ഇതോ എന്തൊക്കെയോ ചെയ്യുന്നു. മരം മുറിച്ചതിനെ തുടർന്ന് വിഷമത്തിലായ കുട്ടിയെ നിങ്ങളെ പരിചയപ്പെടുത്താം. എന്താണ് കുട്ടിയെ കൂടി പറയാനുള്ളത് നോക്കാം. എന്റെ മുത്തച്ഛൻ നട്ടുവളർത്തിയ മണമായിരുന്നു ഇത്. ഈ മരത്തെ ആൾക്കാർ ഒന്ന് വെട്ടി മുറിച്ചു. അങ്ങനെ ഞാൻ ഇപ്പോൾ ഭയങ്കര വിഷമത്തിലാണ്.